ഗൈസ്, അപ്പോൾ ഇപ്പം സമയം 6:40, അതായത് 7 മണിക്ക് PSC എക്സാമാണ്. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് ചെറുതായിട്ട് റോഡ് മാറിപ്പോയി, അങ്ങനെ വഴി ഫുള്ള് മാറി. ഇനി എനിക്ക് 7 മണിക്കാണ് എക്സാം. എനിക്ക് 41 മിനിറ്റ് കാണിക്കുന്നു ഇനി അടുത്ത് ആ ഡെസ്റ്റിനേഷനിൽ സ്കൂളിലെത്തി. അപ്പോൾ ഇനി പോയാൽ നടക്കുകയൊന്നുമില്ല. രാവിലെ എത്ര മണിക്ക് ഇറങ്ങി? 5:30 ആയപ്പോൾ ഇറങ്ങിയതാണ് വലിച്ച്. ഇപ്പം ഇതൊരു സൈഡത്തോടെ നിൽക്കണത്. ഇനി നേരെ അങ്ങോട്ട് പോകണം. ഒരു റോഡ് മാറി കയറി, ഗൂഗിൾ മാപ്പ് ഇട്ട് തന്നെയാണ്. റോഡ് മാറി കയറി ട്രാക്ക് ഫുള്ള് മാറി. എന്ന് വെച്ചാൽ നമ്മൾ റോഡ് മാറി കയറുമ്പോൾ അടുത്ത റൂട്ടല്ലേ കാണിക്കുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് കുറേ കിലോമീറ്റർ മാറിയിട്ട് ഞാൻ മാപ്പ് നോക്കിയപ്പോഴാണ് റൂട്ടും മാറി കിടക്കണ കണ്ടത്. ഇതിപ്പോൾ വേറെ ഏതോ സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ PSC ഇപ്പോൾ എഴുത്ത് നടക്കില്ല. അപ്പോൾ ഇപ്പം വണ്ടിയിൽ പെട്രോളൊക്കെ ഉണ്ട്. ഇനി നേരെ വീട്ടിൽ പോകും. ഇനി കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് എടുത്തിട്ട് ഇനി വീട്ടിൽ പോകാം ഗൈസ്. അല്ലാതെ ഇനി എക്സാം നടക്കൂല. അപ്പോൾ അതുമല്ല പഠിച്ചില്ല എക്സാമിന്. അപ്പോൾ ഇനി കുറച്ച് നേരം ഇവിടെ നിന്നിട്ട് നേരെ വീട്ടിൽ പോയിട്ട് നേരെ കോളേജിൽ പോകും. അതേ നടക്കുകയുള്ളൂ. ഈ ഗൈസ്, അപ്പോൾ ഇപ്പം തന്നെ ഒരു ഉച്ചയായിട്ടുണ്ട് കേട്ടോ. ഉച്ചയൊക്കെ ആയപ്പം മാർക്ക് റീലെടുക്കാൻ വേണ്ടിയിട്ട് ഇസ്മയിൽ അവിടെ വന്നേക്കാണ്. നല്ല റീൽ. അയ്യോ, ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നു, സെമിനാർ ഉണ്ടായിരുന്നു. ഈ മാർക്ക് റീലെടുത്ത് കൊടുക്കട്ടെ. ഇമാര് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെ ഉച്ചയായതുകൊണ്ട് നല്ല അറുതി വെയിൽ. അയ്യോ ഇമാര് പ്രാക്ടീസ് ചെയ്തിട്ട് റീലെടുത്ത് കൊടുക്കാം. അങ്ങനെ അടുത്ത പീരീഡ് തുടങ്ങാറായി. എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എല്ലാവരും അല്ല, അവൻ മാത്രം സഞ്ജയ്. നീലക്കുയിൽ റീലോഡഡ്. ആഫാ അത്ര തന്നെ. ഓ കറങ്ങാൻ സമയം പറയാം. പോ എടുത്തേരാന്ന്. പാത്രം കൂടെ വെച്ചിട്ട് കറങ്ങ്. നീ കറങ്ങിക്കോ. എന്തോ നീ എങ്ങനെ കറങ്ങിയാലും കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിൽക്കും. അതിലൊന്നും കണ്ടുപിടായിരുന്നു അവൻ വന്നപ്പോ. അത് ഓക്കെ. എന്തുവാണ് അത്? ഓ ശരി, തരി പോട്ടെ. എന്നിട്ട് ആ വഴി വീട്ടിൽ പോയിക്കോ. കൈരേഖ അറിയണോ? കൈരേഖ ഇവൻ പറഞ്ഞു തരും. കൈ കാണിച്ചോട്. കാണിച്ചു പറേ. അതങ്ങനെയല്ല സംഭവം. താഴെ പക്ഷേ പ്രിൻസിപ്പൽ ഞാൻ അവളെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് രേഖ ചുമ്മാ എനിക്ക് കുറച്ച് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ പറയില്ല, അതേപോലെ ഞാൻ പറഞ്ഞിട്ട് വിട്ട് അത് ഇവന്റെ കയ്യിൽ നിന്ന്. അപ്പൊ ഞാൻ ഇവന്റെ കാണിച്ചത് നമ്മൾ അവരെ കൈയും പിടിച്ച് ഓടേ. അപ്പൊ ഞാൻ കളിക്കാൻ പറ്റൂല, ആണുങ്ങളെ എന്ത് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ആദ്യം വെച്ച് സംസാരിക്കും. എനിക്ക് അങ്ങനെയൊന്നുമില്ല. തിരിച്ചു വെച്ച് നോക്കണം. തിരിഞ്ഞാണ് ഇരിക്കുന്നത്.
പെമ്പിള്ളേരെ കൈ പിടിച്ച് ഇങ്ങനെ രേഖ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. പിടിയിടാ. ഒരു കൈ ശീലമില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് നീ കൈ കാണിച്ച് നോക്ക്. രേഖ പറഞ്ഞത്. അത് ശീലമുണ്ടോ? നിന്റെ കൈ കാണിക്ക്. ഒരു കൈ മതി. എങ്ങനെ പിടി? നേരത്തെ രണ്ടെണ്ണം ഒന്ന്. എടാ, അത് വേറൊരു കാര്യം. തേങ്ങ ഇറങ്ങൂല. ഇത് എത്ര വളവുണ്ടോ അത്ര സുന്ദരി. അവൻ പിടിക്കൂല. സാമ്പത്തിക നീ വീട്ടിൽ പോണില്ലേ? ഐശ്വര്യ ഇതൊന്ന് ക്ലിക്ക് വരും അനിയത്തി പറഞ്ഞു ഇവിടെ എത്ര കൊണ്ട് അത് കുട്ടികളാക്കണം. അത്ര എണ്ണ ഒന്നും വരെയൊന്നുമില്ല. മതി, ഇത്രേ ഉള്ളൂ. എണ്ണി പറ. എന്നാലും കൈ പിടിക്കല്ലേ കേട്ടോ. 4 കുട്ടികൾ ജിഷാലിന്. നോക്ക് എന്റെ കൈരേഖ പറഞ്ഞ പറ, നീ പറയണേ. ഓ, പെൺപിള്ളേരെ കൈ പിടിക്കുക ഇഷ്ടം, പയ്യന്മാരെ കൈ പിടിക്കുക. ഞാനൊക്കെ ബോയ്സ് കൈരേഖ അറിയണോ? കൈരേഖ ഇവ എടുത്തു തരും. ഇപ്പൊ എടി വാങ്ങും. സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ അത് ചുമ്മാ കൈരേഖയില്ല. സ്കൂളിൽ പഠിക്കാൻ പറഞ്ഞത് എത്ര പിള്ളേരുണ്ടോ ഞാൻ പറഞ്ഞത്. അതാണ് ഞാനും പറഞ്ഞത്. അത് എനിക്ക് 3 പിള്ളേര്, 2 ആണ്, 1 പെണ്ണ്. വേണ്ട, ഇത്രേ ഉള്ളൂ. നിനക്ക് 3 പെൺപിള്ളേര്, നീ അവന് ആരെയല്ലോ ആയിരിക്കും 2 3 4 5 നഴ്സറി തുടങ്ങണ